AK ശശീന്ദ്രൻ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയാണ്. അതിലേക്ക് ഒരിക്കൽ കൂടി പോകും. ഈ അപകടവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഇന്നലെ നിർണായകമായ ഒരു ഉത്തരവ് പുറത്തു വന്നിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിയിരുന്നു. ചൂടുകാലമാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇത് നടത്തിപ്പുകാരുടെ അവർ പാലിക്കേണ്ട അച്ചടക്കം, അവർ പാലിക്കേണ്ട നിയമങ്ങൾ, ഇതൊക്കെ നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ ADM-ന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ വനം മന്ത്രി ഈ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഇതിനുശേഷമാണ് അദ്ദേഹം മരിച്ചവരുടെ വീടുകളിലേക്ക് എത്തുക. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് 2 പേരുടെ വീടുകളുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം അവിടേക്കാകും പോവുക. എന്തായാലും ഇപ്പോൾ ക്ഷേത്രത്തിലാണ് അദ്ദേഹമുള്ളത്. ഈ അപകടത്തിൽ 3 പേരുടെ മരണം സംഭവിച്ചത് വലിയൊരു ഞെട്ടലാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയൊരു വിഭിന്നത ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു വിഭാഗം ആന എഴുന്നള്ളിപ്പിനെ അനുകൂലിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആന എഴുന്നള്ളിപ്പിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അഖില CP ചേരുന്നുണ്ട്. അഖില, ഇപ്പോൾ മന്ത്രി ക്ഷേത്രത്തിൽ നിന്നും മരിച്ചവരുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണോ? എങ്ങോട്ടേക്കാണ് അദ്ദേഹം പോകുന്നത്? ജയലക്ഷ്മി, മന്ത്രി ക്ഷേത്രം സന്ദർശിക്കുന്നത് തുടരുകയാണ്. അതായത് തകർന്നു വീണ കെട്ടിടങ്ങൾ ഉൾപ്പെടെ സന്ദർശിച്ചു. ഇനി ഈ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമായിരിക്കും കുടുംബാംഗങ്ങളെ, അതായത് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുക. അപ്പോൾ ഇന്നലെ കൃത്യമായി, അല്ലെങ്കിൽ ഹൈക്കോടതി വരെ ഇടപെട്ട ഒരു സംഭവമായിരുന്നു. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെ ഹൈക്കോടതി വരെ ആക്കമിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്ന യോഗത്തിൽ, അതായത് നാട്ടാന പരിപാലന യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അത് സംബന്ധിച്ച് ഒരുപാട് തീരുമാനങ്ങൾ ഇന്നലെ എടുത്തിരുന്നു. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരവാഹികൾക്ക് ഈ ഉത്സവം നടത്തുന്നതിൽ, എഴുന്നള്ളിപ്പ് നടത്തുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ഇന്നലെ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ ആനയെ എഴുന്നള്ളിക്കാനുള്ള രജിസ്ട്രേഷനും റദ്ദാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെല്ലാം ഇനി ഭാരവാഹികളുമായിട്ട് മന്ത്രി നമ്മൾ നടത്തുമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി കോഴിക്കോട് ഇനി ഒരാഴ്ചത്തേക്കുള്ള ആന എഴുന്നള്ളിപ്പുകൾ എല്ലാം റദ്ദാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി മന്ത്രിയുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രി നമ്മളോട് സംസാരിക്കുകയാണ്. AK ശശീന്ദ്രൻ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. ആ ക്ഷേത്രത്തിൽ എന്തൊക്കെ സംഭവിച്ച കാര്യങ്ങളെ പറ്റി അദ്ദേഹം ചോദിച്ചറിയുകയാണ്. എന്തായാലും വളരെ നിർണായകമായ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ആ യോഗത്തിൽ എടുത്തത്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. അധികൃതർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞുകൊണ്ട് തങ്ങളല്ല പടക്കം പൊട്ടിച്ചത്, നാട്ടുകാരിൽ ചിലരാണ് പടക്കം പൊട്ടിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഈ ഒരു ചേരിതിരിവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുമ്പോൾ യാഥാർത്ഥ്യം മാറി നിൽക്കുന്നില്ല. എന്തായാലും ഈ മരിച്ചവരുടെ കുടുംബം മന്ത്രി സന്ദർശിക്കും. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനത്തിലേക്കും എത്തിയത്. ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സന്ദർശിച്ചു, പ്രാഥമിക എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? വളരെ ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത്. മുമ്പൊരിക്കലും അങ്ങനെയൊരു അനിഷ്ട സംഭവം ഇല്ലാതിരുന്ന ഒരു പ്രദേശവും ക്ഷേത്രവുമാണിത്. അതുകൊണ്ട് തന്നെ ആ നടുക്കം, അതിൻ്റെ ആഘാതം വളരെ വലുതായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവികളും പോലീസുമെല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ
ഇന്നലെ രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വെടിക്കെട്ടുമായുള്ള പ്രശ്നത്തിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയും പ്രത്യേകം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവരാണ് എഴുന്നള്ളിപ്പിനുള്ള അന്തിമമായ അധികാരം നൽകേണ്ടത്. അങ്ങനെ നൽകാനിടയായത് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിലൊട്ടാകെ ബാധകമാകുന്ന പൊതുനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത അനുസരിച്ച് അതുപോലെ പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഓരോ ജില്ലയിലെയും സവിശേഷതകൾക്കനുസരിച്ച് ആ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള അധികാരം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നെത്തിയപ്പോൾ ഇതിനകത്ത് ക്ഷേത്രം ഭാരവാഹികൾക്കും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നല്ല എന്നാണെങ്കിലും സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത്. നിയമപരമായി ആകുമ്പോൾ അവർക്ക് നിയമപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം ഉണ്ടാവുമല്ലോ, അതവർ ചെയ്യട്ടെ. നമുക്ക് ഇപ്പോഴുള്ള നിയമവും നടപടിക്രമങ്ങളും കോടതി നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ നിഷ്പക്ഷമായി, കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ആവശ്യമായ പരിരക്ഷയും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. അത് അവർ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മന്ത്രിതല സ്ഥലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി. ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, മരണപ്പെടാനിടയായ കുടുംബാംഗങ്ങളോട് ഗവൺമെൻറ്റിനും എനിക്കുമുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും അനുശോചനം അറിയിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും. ഈ ആന വിരളാനുള്ള കാരണം നമ്മൾ 3 വകുപ്പുകളും ഏകീകരിച്ച് തന്നെ ആണോ കണ്ടെത്തിയിരിക്കുന്നത്? അതിൽ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വെടിക്കെട്ടിൻ്റെ ശബ്ദം ആനകളെ പരിഭ്രാന്തരാക്കി എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ അതൊക്കെ ഇനിയിപ്പം നമ്മൾ അതിൻ്റെ തെളിവുകളെക്കുറിച്ച് ഇപ്പം നമ്മൾ പൊതുസമൂഹം ഞാൻ സംസാരിക്കുന്നതിൽ നല്ലത് നിയമപരമായി നോക്കട്ടെ. നിയമത്തിൻ്റെ ഇതല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞാൽ അതിന് തെറ്റിപ്പോയാൽ എൻ്റെ ഒരു നിഗമനമല്ലല്ലോ വേണ്ടത്. നിഗമനം വേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനമാണ്. എൻ്റേത് ഒരു പൊതുധാരണയിൽ നിന്ന് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിയമപരമായി എന്തൊക്കെ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും കർശനമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ നഷ്ടപരിഹാരം പോലുള്ള ധനസഹായം പോലുള്ള കാര്യങ്ങളും മരിച്ചവർക്കും പരിക്കേറ്റു. അല്ല, ഇതിൽ സാധാരണ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഉള്ള ഒരു കീഴ്വഴക്കാണ് ഇവിടെയുള്ളത്. ആ കീഴ്വഴക്കത്തിനനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന. ഇനി അത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനോ പറയാനോ സാധിക്കില്ല. തീർച്ചയായും അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാലും നമുക്ക് ഈ പ്രശ്നം നാട്ടിലൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട MLA-നോട് കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട നിഷ്പക്ഷമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, അതിൽ വേണ്ട നടപടിയെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ക്ഷേത്ര ഭാരവാഹികളുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മരിച്ചവരുടെ വീട് സന്ദർശിക്കുമെന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്.